നമസ്കാരം, ഏവർക്കും ലിലു പ്രേം സ്കൂളിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് റ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുക, രണ്ട് വരയിട്ട ബുക്കിൽ എങ്ങനെയാണ് എഴുതുക, പിന്നെ റ വച്ചുള്ള പദങ്ങൾ ഏതൊക്കെയാണ്, സ്വരചിഹ്നങ്ങൾ ചേർത്ത് റായിൽ എങ്ങനെ എഴുതാം, അതെങ്ങനെ പറയാം എന്നീ കാര്യമാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്താൽ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. നോക്കിക്കോളൂ. പിന്നെ പേരൻസ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 2 ലൈൻ ബുക്ക് മേടിക്കുമ്പോൾ അത് മാർജിനുള്ള ബുക്ക് മാത്രം നോക്കി, പ്രത്യേകിച്ച് അത് നോക്കിയേ മേടിക്കാവൂ. അതുപോലെ വലിയ കോളങ്ങളോ ആകരുത്, തീരെ ചെറുതും ആകരുത്, മീഡിയം സൈസ് നോക്കി തന്നെ അത് വാങ്ങാൻ ശ്രമിക്കുക. ഓക്കെ, നോക്കിക്കോളൂ. റ എന്ന അക്ഷരം 2 വരയിൽ, 2 വരയിട്ട ബുക്കിൽ എങ്ങനെ എഴുതാം. ഇതാണ്, ഇങ്ങനെയാണല്ലോ നമ്മുടെ 2 ലൈൻ ബുക്ക് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം താഴത്തെ സെക്കൻഡ് ലൈനിൽ രണ്ടാമത്തെ വരയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ മുകളിലോട്ട് പോകാം. ഫസ്റ്റ് വരയിൽ ആദ്യത്തെ വരയിലെത്തി അവിടെ നിന്ന് വളഞ്ഞ് നേരെ താഴെ രണ്ടാമത്തെ വരിയിൽ എത്തുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതും തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരേ രണ്ടാമത്തെ വരിയിലാണ്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. താഴെ നിന്ന് തുടങ്ങി മുകളിലോട്ട് പോയി അവിടെ നിന്ന് കർവ് വളഞ്ഞ് താഴോട്ട്. ഓക്കെ, റ. അക്ഷരത്തിൻ്റെ പേര് പറയൂ. റ. റ. വീണ്ടും റ. 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 ഇനി റ വച്ചുള്ള പദങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാമോ? റ വച്ച് പറ. പറ. പറ എന്തിനാണ് ഉപയോഗിക്കുന്നത് അറിയാമോ? പറ ഉപയോഗിക്കുന്നത് നെല്ലളക്കാനാണ് പറ ഉപയോഗിക്കുന്നത്. അപ്പോൾ പറ എന്തിനുപയോഗിക്കുന്നു? നെല്ലളക്കാൻ. റ, പറ. കണ്ടോ, 2 അക്ഷരം ചേരുമ്പോൾ, അതായത് അക്ഷരങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോൾ പദങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ 2 അക്ഷരം കൂടി ചേർന്ന് പ എന്ന അക്ഷരവും റ എന്ന അക്ഷരവും കൂടി ചേർന്നാണ് പറ എന്ന വാക്കുണ്ടായത്. ഓക്കെ, അടുത്ത തറ. തറ. നമ്മൾ തറയില്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഓക്കെ, തറയിൽ നിന്നുകൊണ്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. വീട് വയ്ക്കുന്നതും തറയിലാണ്, പൂക്കളും ചെടികളും എല്ലാം വയ്ക്കുന്നത് എവിടെയാണ്? തറയിലാണ്. ഓക്കെ, അപ്പോൾ തറയിൽ നിന്നുകൊണ്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ഓക്കെ, അപ്പം തായും റായും എന്നീ 2 അക്ഷരങ്ങൾ ചേർന്ന് തറ എന്ന പദം രൂപപ്പെട്ടു. അടുത്തത് പറവ. പറവ. പറവ എന്ന് പറഞ്ഞാൽ പക്ഷി. പക്ഷിക്ക് പകരം പറയുന്ന പദമാണ് പറവ. ഇവിടെ 3 അക്ഷരങ്ങൾ, പായും റായും വായും എന്നീ 3 അക്ഷരങ്ങൾ ചേർന്നാണ് പറവ എന്ന പദം ഉണ്ടായത്. റവ. റായും വായും. റായും വായും ചേർന്ന് റവ എന്ന പദം ഉണ്ടായി. അപ്പോൾ നോക്കാം കേട്ടോ. പറ എന്ന് പറയുന്നത് നെല്ലളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പറ. തറ എന്ന് പറഞ്ഞാൽ നമ്മൾ ചവിട്ടി നിൽക്കുന്ന സ്ഥലം. പറവ എന്ന് പറഞ്ഞാൽ പക്ഷി. പക്ഷിക്ക് പകരം പറയുന്ന പദമാണ് പറവ. ബേഡ്സ് പക്ഷികൾ എന്ത് ചെയ്യും? പാരിൽ പറന്ന് നടക്കും. റവ. റവ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മൾ കഴിക്കുന്ന ഒരു ആഹാര സാധനമാണ്, ഒരു ധാന്യമാണ്. ഓക്കെ, അപ്പോൾ ഇനി ഈ റ വച്ചിട്ടുള്ള ഈ പാട്ടായാലോ. വേറെയും വാക്കുകളുണ്ട് റ വച്ചിട്ട്. കറയുണ്ട്, കൂറയുണ്ട്. കൂറ എന്ന് പറഞ്ഞാൽ പാറ്റ. ഓക്കെ, തുറ. തുറ എന്ന് പറഞ്ഞാൽ കടൽ തീരം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റ വച്ചുള്ള ഈ വാക്കുകൾ വെച്ചുള്ള ഒരു പാട്ടായാലോ. നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ പാട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എഴുതിയതാണ്, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പാടാം. റായിലൂടെ തറ പറ പഠിക്കാം, പറയിലൂടെ നെല്ലളക്കാം. റായിലൂടെ തറ പറ പഠിക്കാം, പറയിലൂടെ നെല്ലളക്കാം. തറയിൽ ചവിട്ടി നൃത്തം വയ്ക്കാം, റാ 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 റവ പായസം രുചിക്കാം. ഒരിക്കൽ കൂടെ. റായിലൂടെ തറ പറ പഠിക്കാം, പറയിലൂടെ നെല്ലളക്കാം. തറയിൽ ചവിട്ടി നൃത്തം വയ്ക്കാം, റാ 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 റാ
റവ പായസം രുചിക്കാം. ഓക്കെ, ഇനി സ്വരചിഹ്നങ്ങൾ ചേർത്ത് എങ്ങനെയാണ് റ എന്ന അക്ഷരമായിട്ട് എഴുതുന്നത് നോക്കാം. അതെങ്ങനെയാണ് എഴുതുന്നത് മാത്രമല്ല, അതെങ്ങനെയാണ് പറയുന്നതെന്നും നോക്കാം. നോക്കിക്കോളൂ. റ, ആയ്ക്ക് ചിഹ്നമില്ല കേട്ടോ, ആയ്ക്ക് ചിഹ്നമില്ല. ആ തൊട്ടാണ് ചിഹ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത് റ, ആയുടെ ചിഹ്നം ചേർത്ത് റ, റാ. അടുത്ത റ എഴുതുക, ഈയുടെ ചിഹ്നം ഇടുക, റി, റ, റാ, റി. അടുത്ത് റീ, റീ, ഈയുടെ ചിഹ്നം. അടുത്ത് ഊവിൻ്റെ ചിഹ്നം, റു, റ, റാ, റി, റീ, റു. അടുത്ത് റൂ, റാ എഴുതുക, ഊവിൻ്റെ ചിഹ്നം, 2 സർക്കിൾ, ഊ, റൂ. അടുത്ത് ഇറിൻ്റെ ചിഹ്നം, റാ എഴുതുക. ഇത് ഇങ്ങനെ വളഞ്ഞ് വന്ന് ഇവിടെ വളഞ്ഞ് വന്നിട്ട് ഇങ്ങോട്ടാണ് വളയേണ്ടത് കേട്ടോ. നേരെ ഇങ്ങനെ പോകാൻ പാടില്ല, അങ്ങോട്ടും പോകാൻ പാടില്ല. ഇതുപോലെ തന്നെ ചെയ്യുന്നു. റ്, റ, റാ, റി, റീ, റു, റൂ, റ്, റേ. എയുടെ ചിഹ്നം, എയുടെ ചിഹ്നം ഇങ്ങനെയാണ്. എന്നിട്ട് റ, ആദ്യം ചിഹ്നം പിന്നെ അക്ഷരം, റേ, റേ. അടുത്ത് എയുടെ ചിഹ്നം, എയുടെ ചിഹ്നം എഴുതുക, റാ എഴുതുക, റേ. അടുത്ത ഐയുടെ ചിഹ്നം, ഐയുടെ ചിഹ്നം എങ്ങനെ എഴുതിയ നോക്കിക്കേ. ഐ, ഐയുടെ ചിഹ്നം എഴുതുക, റാ എഴുതുക, അക്ഷരം എഴുതുക, റൈ. എങ്ങനെയാണ് വായിക്കുക? റൈ, റൈ. അടുത്ത് ഓയുടെ ചിഹ്നം, അതിൽ നടുക്കാണ് അക്ഷരം വരുന്നത് കേട്ടോ. എയുടെ ചിഹ്നം ഇട്ടിട്ട് അക്ഷരം എഴുതുക, റാ എഴുതുക, ആയുടെ ചിഹ്നം ചേർക്കുക, റോ, റോ, റോ. അടുത്തത് ഓ, എയുടെ ചിഹ്നം എഴുതുക, അക്ഷരം റാ എഴുതുക, ആയുടെ ചിഹ്നം എഴുതുക, റോ. അടുത്ത് ഔവിൻ്റെ ചിഹ്നം, റൗ, റൗ, റം, റം. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, ഒരിക്കൽ കൂടെ. റ, റാ എന്നോടൊപ്പം പറയുകയും എഴുതുകയും ചെയ്യണം കേട്ടോ. റ, റാ, റി, റീ, റു, റൂ, റ്, റേ, റേ, റൈ, റോ, റോ, റൗ, റം. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. റ, അപ്പോൾ റ എന്ന അക്ഷരം എഴുതേണ്ടത് രണ്ടാമത്തെ ലൈനിൽ നിന്ന്, രണ്ടാമത്തെ വരയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ലൈനിൽ ടച്ച് ചെയ്ത് അവിടെ നിന്ന് വളച്ച് വീണ്ടും ആദ്യത്തെ വരയിൽ തന്നെ വരണം. ഇങ്ങനെയാണ് റ എഴുതേണ്ടത്. അപ്പോൾ റ ഉപയോഗിച്ചുള്ള പദങ്ങൾ എന്തൊക്കെയാണ്? പറ, തറ, പറവ, റവ, കൂറ, തുറ, കറ. ഇങ്ങനെ ഒത്തിരി വാക്കുകൾ നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. നിങ്ങൾ സമയം കിട്ടുമ്പോൾ അതൊക്കെ കണ്ടുപിടിക്കണം കേട്ടോ. അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം. അത് നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ദെൻ പാട്ടൊരിക്കൽ കൂടെ പാടിയാലോ? പാട്ട്. റായിലൂടെ തറ പറ പഠിക്കാം, പറയിലൂടെ നെല്ലളക്കാം, തറയിൽ ചവിട്ടി നൃത്തം വയ്ക്കാം, റാ 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 റവ പായസം രുചിക്കാം. ഒരിക്കൽ കൂടെ ഈ സ്വരചിഹ്നങ്ങൾ ചേർത്ത് നമുക്ക് വായിക്കാം. റ, റാ, റി, റീ, റു, റൂ, റ്, റേ, റേ, റൈ, റോ, റോ, റൗ, റ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും കേൾക്കുകയും പറയുകയും പരിശീലിക്കുകയും ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം, അതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത വീഡിയോയിലും ഇതുപോലെ ക്ലാസ്സുകളൊക്കെ ഇടുന്നതായിരിക്കും. വേറെ സബ്ജക്റ്റും ഇതുപോലെ ക്ലാസ്സുകളിടും. പിന്നെ അല്ലാതെ കിട്ടുന്ന വീഡിയോയിൽ ഞാൻ എഴുതുന്ന പാട്ടുകളൊക്കെ ഇടും കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുക, മാക്സിമം പ്രോത്സാഹിപ്പിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.